ഹായ് ഓൾ, വെൽക്കം ടു ലവ് ആൻഡ് കെയർ വിത്ത് ഹബീബ സജീർ. തർക്കങ്ങൾക്കിടയിൽ നമ്മൾ കരയുന്നത് ദൗർബല്യം കൊണ്ടല്ല, നമ്മുടെ വേദന മനസ്സിലാകുന്നില്ലെന്ന തോന്നലാണ് നമ്മളെ കരയിക്കുന്നത്. എനിക്ക് ഇത്ര സങ്കടമുണ്ട് എന്ന് വാക്കുകളിൽ പറയാൻ കഴിയാതെ പോകുമ്പോൾ കണ്ണുനീർ തന്നെ ഭാഷയായി മാറും. പക്ഷെ എതിർവശത്തുള്ള ആൾ അത് എങ്ങനെ കാണുന്നു, അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണം പറയാം. കുട്ടികളുള്ള ഒരു വീട്ടിൽ ഒരു കുട്ടി ഒരു കാര്യം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു എന്ന് കരുതൂ. അവൻ കരയുന്നു, ശബ്ദമുയർത്തുന്നു, അടങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, ഇത് അനാവശ്യമാണ്, ഇങ്ങനെ വാശിക്ക് വഴങ്ങരുത്, ഇത് നല്ല ശീലമല്ല, അതിനാൽ നമ്മൾ അത് വാങ്ങിക്കൊടുക്കുന്നില്ല. ചിലപ്പോൾ ശല്യം ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കരച്ചിൽ നിർത്താൻ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ വാങ്ങിക്കൊടുക്കും. പക്ഷെ അത് കുട്ടിയുടെ ആവശ്യം മനസ്സിലാക്കി വാങ്ങിക്കൊടുത്തതല്ല, ശാന്തി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഇനി കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ, എനിക്ക് ആവശ്യമുള്ള കാര്യമാണിത്, എല്ലാം വാങ്ങുന്നവർക്ക് ഇത് മാത്രം വാങ്ങിത്തരാൻ പറ്റില്ലേ? അവന് അത് അനാവശ്യമായി തോന്നുന്നില്ല, അവനത് ഒരാവശ്യമാണ്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് അനാവശ്യമാണ്. ഇവിടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ആരും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. ഇതുപോലെയാണ് നമ്മുടെ തർക്കങ്ങൾക്കിടയിലും സംഭവിക്കുന്നത്. നമ്മൾ കരയുമ്പോൾ എതിർപക്ഷത്തുള്ള ആൾ നമ്മുടെ വേദന കാണുന്നില്ല. അവർ കാണുന്നത് ഇവർ ഇമോഷണലായി ബ്രേക്ക് ഡൗൺ ആകുന്നു എന്നതാണ്. നമ്മുടെ കരച്ചിൽ അവരുടെ മനസ്സിൽ ഇവരുടെ പോരായ്മ എന്ന രീതിയിലാണ് പതിയുന്നത്. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായാലും അതവർക്ക് വേദനയായി തോന്നണമെന്നില്ല. ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം, ഒരു മനുഷ്യനും തർക്കങ്ങൾക്കിടയിൽ ഉടനെ എനിക്ക് തെറ്റുണ്ട് എന്ന് പറയാൻ തയ്യാറാകില്ല. സ്വയം കുറ്റമേറ്റെടുക്കാൻ മനസ്സിന് വലിയ മടിയുണ്ട്. അത് നാം ഓരോരുത്തരുടെയും കാര്യമാണ്. പക്ഷെ തർക്കം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാകാം, ക്ഷമ പറയാം, തെറ്റുതിരുത്താം. അപ്പോൾ നമ്മൾ കരഞ്ഞതുകൊണ്ടല്ല, അവർക്ക് മനസ്സിലായത് സമയം കൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ കരച്ചിൽ കണ്ട് അവർ നമുക്ക് വിട്ടുതരാം, പക്ഷെ അത് യഥാർത്ഥ മനസ്സിലാക്കൽ ആയിരിക്കണമെന്നില്ല. കുട്ടിയുടെ ഉദാഹരണത്തിൽ പോലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി വാങ്ങിക്കൊടുക്കുന്നത് പോലെ അത് വേദന മനസ്സിലാക്കിയതല്ല, പ്രശ്നം തീർക്കാൻ വേണ്ടി ചെയ്തതു മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്രധാന ചിന്ത വേണം. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കരച്ചിൽ വരുമ്പോൾ അത് എതിർപക്ഷത്തുള്ള ആളുടെ മുന്നിൽ കരയേണ്ടതില്ല. പകരം ഒറ്റയ്ക്ക് ആരും കാണാതെ ശാന്തമായി കരയുക, കരയാൻ അനുവദിക്കുക, സങ്കടങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കുക. ശാന്തമായ ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് ഭാരമുണ്ടാകും. കരച്ചിൽ തെറ്റല്ല, വേദന തെറ്റല്ല. പക്ഷെ തർക്കങ്ങൾക്കിടയിൽ കരച്ചിൽ നമ്മുടെ വേദനയെ വ്യക്തമാക്കുന്നുവെന്ന് കരുതുന്നത് പലപ്പോഴും തെറ്റായ ധാരണയാണ്. നമ്മളെ സംരക്ഷിക്കാൻ നിശബ്ദതയും ശാന്തതയും ചിലപ്പോൾ കരച്ചിലിനേക്കാൾ ശക്തമാണ്. ഇത് ഉപദേശമല്ല, ഒരു മനസ്സിലാക്കൽ മാത്രം. ഇവയെല്ലാം കേട്ടപ്പോൾ തർക്കങ്ങൾക്കിടയിൽ കരയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയറായി കാണും. ഇനി ആ നിമിഷങ്ങളിൽ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കരയണോ അല്ലെങ്കിൽ സ്വയം ഒന്ന് ശാന്തമാകാൻ സമയമെടുക്കണോ? ഈ ചിന്ത നിങ്ങളുടെ ചില തർക്കങ്ങൾ വ്യത്യസ്തമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ, ഇത് മറ്റാരെങ്കിലും കേൾക്കേണ്ടതാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാം. ഇത്തരം ചിന്തകളും ശാന്തമായ സംസാരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം.